ചില വീട്ടിൽ ഞങ്ങൾക്ക് ഈ സഞ്ചാര സുവിശേഷന്മാരല്ലേ പലരും പോയി താമസിക്കുകയും പാർക്കുകയൊക്കെ ചെയ്യുന്നു. നമ്മൾ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ദൃശ്യങ്ങൾ ഇരിക്കുന്നു, കണ്ടുപോയിരിക്കുന്നു, രണ്ടായിരിക്കുന്നു, അത് നടക്കുന്നു, ഇതൊക്കെ നമ്മൾ ഒരു പ്രവേശനത്തിൽ ചെന്ന ഫീലൊക്കെ അച്ഛനാണ് എടുത്തില്ലേ വരുന്ന അറിയാം വരുന്ന ഇതിനെ കൊണ്ട് ചോറിനെ കൊണ്ട് നിരത്തി വെക്കുമ്പോൾ അച്ഛനാണോ പട്ടിക്കാണോ നമുക്കത് സംശയം കേൾക്കുന്നു. ഞാൻ ചിറപ്പുറം റാന്നി ഭാഗമറിയാവുന്നവരുണ്ടായിരുന്നുണ്ട്. പാണ്ടോൺ എന്ന് പറയുന്ന സ്ഥലമാണ്. ഞങ്ങൾ റാന്നിയില് ഒരു ശുശ്രൂഷ എടുക്കുന്ന വർഷങ്ങൾക്ക് പറയാം. ഇതൊക്കെ അറിയാമായിരിക്കും. ഇവിടെ ഈ പാട്ടുപാട് നിങ്ങൾ ഞാനിവിടെ 6-7 വർഷം വർക്ക് ചെയ്തു. ഈ ഏരിയയെല്ലാം നല്ലോണം അറിയും. അവിടെ വലിയപ്പച്ച ശുശ്രൂഷിക്കുന്ന സഭയിൽ വൈകുന്നേരമായിരുന്നു ശുശ്രൂഷ. പണ്ട് വേറെ മീറ്റിംഗ് ഞാൻ പോയി. അവിടെ തന്നെ ഭയങ്കര ഇഷ്ടമാണ് ഗവൺമെൻറ്. അതായത് വന്ന് ഉപദേശി തന്നെ ഉണ്ട്. ഉപദേശി ഇവിടെ വന്ന് ചാപ്പാട് കഴിക്കാമോ? ഞാൻ രാവിലെ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് പാണ്ടോട് വന്നിറങ്ങി അവിടുന്ന് ചിറപ്പുറം എന്ന് പറയുന്ന സ്ഥലം ഏതാണ്ട് ഒരു 3 കിലോമീറ്റർ നടക്കണം. അതിൻ്റെ കണ്ടൊന്നും ബൈക്കോ ഒന്നും ബസ് വാങ്ങുകൊണ്ടൊക്കെ ഇല്ല. ഒരു വീലത്ത് നടന്ന് നമ്മൾ അവിടെ പോവുക. എൻ്റെ നല്ല വീലിച്ചാലത്തെ കാര്യങ്ങൾ പോയിക്കാവുന്നതല്ലേ. വിശന്ന് ദാഹിച്ചു ഞാനിങ്ങനെ ഇവിടെ ചർച്ചയോട് കേൾക്കുന്നത് നമ്മൾ കയ്യാലെ എന്ന് പറയുന്ന ഭാഷ മനസ്സിലാവുന്നില്ല. ഞാനിങ്ങനെ അതുകൊണ്ട് ഇങ്ങനെ കേൾക്കുന്നത് എൻ്റെ മുമ്പിൽ ഒരു ചോറ് തരം വന്നത് ചോറ് തരം വിചാരിച്ച ഏരിയനെ കുറിച്ച് എൻ്റെ വിശപ്പറിഞ്ഞ് നമ്മുടെ വഴി തോന്നുന്നു. ഞാൻ നോക്കുമ്പോൾ ഒരു അടപ്പ് മാത്രം ഇങ്ങനെ പറന്നു പോകുന്നു. അതിന് പുറകെ നല്ല ഡിക്ഷണറി ഇല്ലാത്ത ഭാഷ കേൾക്കാം. എനിക്ക് മനസ്സിലായി ഏരിയ ഒന്നല്ല. അവിടെ എനിക്ക് കത്തി വെച്ച് പുകച്ചോണ്ടിരിക്കുകയാണ്. ഞാൻ പെട്ടെന്ന് ചോറുകളിൽ ചാടി അപ്പുറത്ത് പറഞ്ഞ ലക്ഷത്തിൽ പോയി. വീട് പൊക്കത്തിലായപ്പോൾ നമ്മൾ ബോർഡ് മാത്രമേ കാണുള്ളൂ. നേരെ മോളിൽ ചെന്ന് അവിടെ ചെന്ന വാസുവാൻ വന്നതാണ് പറഞ്ഞു ചോദിച്ചു. ഞാൻ നമ്മൾ നിന്നോട് കയറി വന്നു റൈറ്റ് സൈഡിൽ മോളിൽ ഓടിട്ട് ഇവിടെ നമ്മുടെ സെക്രട്ടറിയുടെ വീട് ചോറിന്റെ താമസിക്കാൻ ചോറെടുക്കാൻ താമസിച്ച കാലം വന്ന് നേരെ കോട്ടിയിലുണ്ട്. പോകുന്നതോട് പറക്കുക എന്ന് പറ. ഇത് കണ്ടിട്ട് ആരെയും വിശ്വാസത്തിൽ വളരെ പ്രാപ്തിയോട് ചങ്കൂട്ടി പറഞ്ഞെന്താ പറയുന്നത്. ഇന്ത്യ പറഞ്ഞിട്ട് പ്രാപ്തിച്ച് അലച്ചുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞില്ല ധന്യഭാഷമാരാകുമ്പോൾ പാസ്റ്റർക്കാരുടെ മാറ്റി തുണി മാറ്റി നോക്കിയപ്പോൾ ധന്യഭാഷ പറയുന്ന ആളുകളെ കർത്താവേ ഇപ്പൊ വേണമെങ്കിൽ അത് കൊണ്ടുപോകണം. പിന്നെ എന്നോട് ചോദിച്ചേക്കരുത്. താഴോട്ടിറങ്ങി ഈ പുള്ളികളെ കിട്ടില്ല. പ്രയാസം ഉണ്ടാക്കുന്നത്. പക്ഷെ ഇതൊരു സമ്മേളനമായതുകൊണ്ട് ആത്മാവിൽ ഗൗരവബോധത്തോടുകൂടെ ഈ ശുശ്രൂഷയ്ക്ക് ആദ്യം പറയാനായിട്ട് ആവശ്യപ്പെടുകയാണ്. നമ്മുടെ കുടുംബം സമൂഹത്തിന് മാതൃകയുള്ളതല്ലേ. എന്റെ കുടുംബത്തിലൂടെ നിന്റെ നാമം മഹത്വപ്പെടുക്കണം. ആ കരമടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. Praise the Lord, praise the Lord, praise the Lord. Hallelujah, hallelujah, hallelujah. ദൈവദാസന്മാരെ നമുക്ക് ഓരോ ഇഷ്ടങ്ങളുണ്ട്. ശുശ്രൂഷകളിൽ നമുക്ക് നമ്മുടെ ഇഷ്ടങ്ങളുണ്ട്. നമുക്ക് നമ്മുടെ വാഹനങ്ങളിൽ നമുക്ക് ഇഷ്ടങ്ങളുണ്ട്. നമുക്കൊരു സഭ ട്രാൻസ്ഫർ കാലഘട്ടം ട്രാൻസ്ഫർ കാലഘട്ടങ്ങളിലൂടെ പോകുന്നത്. നമുക്ക് ആഗ്രഹങ്ങളുണ്ട്. ഒരു നല്ല സഭയിലിരിക്കാൻ ഇഷ്ടങ്ങളുണ്ട്. എന്തെല്ലാം മേഖലകളിൽ നമുക്ക് താല്പര്യം. ഒരു വീട് പുതുക്കപ്പെടിയാൽ നമുക്ക് ഇഷ്ടമില്ലേ? ഒരു മാസ വരുമാനം ഉണ്ടാകാൻ നമുക്ക് ഇഷ്ടമില്ല. ഇതൊക്കെ നമ്മുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളുമില്ല. നല്ലതല്ലേ അത്? പക്ഷെ ദൈവം അത് ആഗ്രഹിക്കുന്നില്ല. അതിന് വിധേയപ്പെടുന്നതാണ് ആത്മീയത എന്ന് പറയുന്നത്. ദൈവം നമ്മളിൽ നിന്ന് അത് പ്രതീക്ഷിക്കുന്നില്ല. ദൈവം നമുക്ക് ലോകത്തിൽ കേരള ചരിത്രത്തിനകത്ത് പെന്തക്കോസ്തിൽ അല്ല അതിനും അപ്പുറത്തുള്ള എല്ലാ സഭകളെയും സംഘടിപ്പിച്ച് കഷ്ടത ഒരു വരം എന്ന നിലയിൽ ഏറ്റെടുത്തൊരു മനുഷ്യനാണ് നമ്മുടെ കൊച്ചിലുപദേശി. ജീവിച്ചിരിക്കുന്ന കാലങ്ങളിൽ ഞാൻ അദ്ദേഹത്തിന് വീട്ടിൽ പോയി ഇന്റർവ്യൂ നടത്തിയിട്ടുണ്ട്. ജീവിച്ചിരിക്കുന്ന കാലങ്ങളിൽ ഒരു അറക്കകത്ത് ആരെങ്കിലും വീട്ടിൽ പോയി നമ്മൾ തൊട്ടടുത്തില്ല. നമുക്ക് തീർത്തും വലിയ കാര്യമില്ല. നമ്മളൊന്നും കാണുന്നതൊക്കെ ചെയ്യുന്ന കാര്യം നമ്മളൊന്നും പറ്റുന്നതൊക്കെ പോയി കാണാം. ഒരു താല്പര്യമുണ്ട്. അതിന് മുകളിൽ ഒരാൾക്ക് കുതിന് മാത്രം നിൽക്കാൻ കഴിയുന്ന ഒരു അറക്കകത്ത് ആ മനുഷ്യൻ ആ അമ്മച്ചിനോട് പറഞ്ഞത് അപ്പച്ചൻ പ്രാർത്ഥിക്കാൻ കയറിയാൽ 20-30 ദിവസം കഴിഞ്ഞ പുറത്തെത്തുന്നു. പ്രാഥമിക കർമ്മങ്ങൾ കലാതെ ആ മുറിക്കകത്തൊന്നും പുറത്തിറങ്ങാതെ പ്രാർത്ഥിച്ച ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഒന്നും നേടാൻ കഴിഞ്ഞില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ പറയും മണ്ടനായ ഉപദേശിയും ഈ കാലഘട്ടത്തിൽ പറയും. പക്ഷെ കഷ്ടത പരമായി ഏറ്റെടുത്ത കഷ്ടതകൾ ദൈവമേ അവകാശം തന്നെയല്ലയോ എന്ന് പാടുന്നത് പോലെ കഷ്ടതയിൽ ദൈവത്തിന്റെ ഹിതം വിട്ടുകൊടുത്ത മനുഷ്യൻ
തമ്പുരാനെ എന്നെ കുറിച്ച് അവിടെ എന്ത് ആഗ്രഹിക്കുന്നു, എവിടെ ആഗ്രഹിക്കുന്നു, അങ്ങയുടെ ഇഷ്ടത്തിന് പോലെ ഞാൻ ആഗ്രഹിക്കുന്നു പറയാൻ കഴിയുന്നു. ഗൗരവമായി ദൂത് പറയുക. അംബാസഡേഴ്സ് ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന ടീമിനെ ഒരിക്കലും മറ്റൊരു ടീം വെച്ച് താരതമ്യം ചെയ്യരുത്. മനസമാധാനം ഉണ്ടാവില്ല. ഞാൻ സൂക്ഷിക്കുന്ന ഒരു ഹിസ്റ്ററിയാണ്. ഞാൻ അത് പറഞ്ഞു കൊടുക്കുന്നില്ല, പാസ്പോർട്ട് ഞാൻ കൊണ്ടൊന്നും പറഞ്ഞില്ല. നമ്മളെന്തിനാ മറ്റുള്ളവരെ വെച്ച് താരതമ്യം ചെയ്യുന്നത്? എന്നെ കുറിച്ച് ദൈവം എന്താഗ്രഹിക്കുന്നു? ഞാൻ ജീവിതത്തിൽ ഒന്നും നേടിയില്ലെങ്കിലും എനിക്കിന്നും സങ്കടമില്ലാത്തതാണ്. എന്റെ ജീവിതത്തിന്റെ ചരിത്രങ്ങളൊക്കെ അറിയാവുന്ന ആളുകൾ ഇതിനകത്ത്. എന്റെ ജീവിതത്തിൽ ഒന്നും നേടിയില്ലെങ്കിൽ ഐ എം സോ ഹാപ്പി. ഭയങ്കര സന്തോഷമുള്ള കണ്ടാൽ ചിലപ്പോൾ എന്റെ ശാരീരിക ഭാഷയ്ക്ക് സന്തോഷമില്ല നമുക്ക് തോന്നിയാലും സന്തോഷമുള്ള എനിക്ക് ദൈവം തന്നെ എല്ലാത്തിലും ഹാപ്പിയാണ്. ഇതാണ് ക്രിസ്ത്യൻ ജീവിതത്തിന്റെ മഹത്വം. നമ്മൾ നമുക്ക് മുകളിൽ നിൽക്കുന്നതിനെ വെച്ച് ഒരിക്കലും കമ്പയർ ചെയ്യും. നമുക്ക് താഴെ നിൽക്കുന്നതിനെ വെച്ച് കമ്പയർ ചെയ്യണം. അതാണ് ഞാൻ ഇവിടുന്നുണ്ട് മറ്റു വലിയൊരു പ്രസംഗത്തിനെ വെച്ചോ വലിയ സംഘടന നടത്തുന്ന ആളുകളെ കുറിച്ചോ അല്ലെങ്കിൽ ഇന്ത്യ ബൈബിൾ കോളേജിനെ വെച്ചോ എന്റെ പ്രസ്ഥാനത്തെ കമ്പയർ ചെയ്ത് സമാധാനം കിട്ടുകയില്ല. അതേസമയം എനിക്ക് താഴെ വളർന്നു വരുന്ന ഒരാളെ വെച്ച് നോക്കിയാൽ അതിനേക്കാൾ മുകളിൽ തമ്പുരാൻ തന്നെ വാങ്ങിച്ചു ദൈവത്തിന്റെ ജീവിതത്തിലുള്ള പ്രാർത്ഥനയിൽ 3 കാര്യങ്ങളാണ്. ദൈവമേ, നിന്റെ ഇഷ്ടം, നിന്റെ നാമം, നിന്റെ രാജ്യം. ഇത് ശ്രദ്ധിക്കണം. രണ്ടാമത്തെ പാർട്ട് മനുഷ്യന്റെ ആവശ്യം. കൃത്യം 1:30 യോഗം കഴിയും. ആരും വാങ്ങിച്ചു നോക്കി ടെൻഷൻ അടിക്കാതിരിക്കാൻ വേണ്ടി എന്തെന്ന് പറയും. കൃത്യം 1:30 കൃത്യം ആ ദൂരം കൈമാറി ഒരു ദിവസം കൊണ്ട് 2 പേരെ കൊണ്ടുവന്നു. ഞാൻ എന്നാലും എന്റെ ആരോഗ്യത്തെ മാനിച്ചു ശ്രദ്ധിക്കണം. 3 ദൈവത്തിന്റെ ആവശ്യത്തിന് ഹൈലൈറ്റ് ചെയ്ത് പ്രാർത്ഥിക്കാനുള്ള നിയോഗം ദൈവം കൊടുത്തിട്ട് അടുത്ത പറയുന്ന രണ്ടാമത്തെ പാർട്ട് മനുഷ്യന്റെ ആവശ്യം. മനുഷ്യന്റെ ആവശ്യത്തിന് ആദ്യമേ തന്നെ പറയുന്നത് എന്താണെന്നറിയാം? ഞങ്ങൾക്ക് ആവശ്യമുള്ള നമുക്ക് ആഹാരത്തോട് വലിയ താല്പര്യമില്ല. ആഹാരത്തോട് താല്പര്യമുണ്ടെന്ന് അറിയണം. നമ്മൾ കല്യാണത്തിന് പോയി പങ്കെടുത്താണ്. അല്ല, വാസ്തവത്തിൽ നമ്മളെ പോലെ പോരാടുന്ന ആളുകൾ വേറെ കേട്ടോ. ഈ ഓഡിറ്റോറിയത്തിനകത്ത് മേശപ്പുറത്ത് ചിക്കന്റെ കാലം ഇങ്ങനെ പ്ലാസ്റ്റിക്കിൽ പൊതിഞ്ഞ് വെച്ചത് കണ്ടുകൊണ്ട് 2 മണിക്കൂർ കല്യാണം കൂടുക എന്ന് തന്നെ പറയുന്നെങ്കിലും പിന്നെ ഇല്ലാത്തൊരു അങ്ങനെ കൂടെ കറുപ്പ് അമിക്കല്ല് വെച്ച് ഞാൻ മുമ്പോട്ട് പറയാനുള്ളത് സോറി കനകപ്പുറം അടുത്തടുത്ത് ഒരു കല്യാണത്തിന് ഞാൻ വിസിറ്റിങ്ങിനോടുള്ള ബന്ധത്തിൽ പോകുന്ന കാലയളവിൽ അവിടെ കല്യാണത്തിന് ഒരു ചെറിയ ഹോൾ ഇതിനൊക്കെ മാക്സിമം മതിൽ വരുന്നത് ഒരു ചെറിയ ഹോൾ ചെറുക്കൻ പണ്ട് വിളിക്കുന്നുണ്ട്. ഞങ്ങൾ പാട്ട് കഴിഞ്ഞ് സൈഡിൽ നിൽക്കാം. അവസാനം പ്രാർത്ഥിച്ച ആശീർവാദം ഇവിടുന്ന് ഏകദേശം നമ്മുടെ ഈ നെഗരമ്പുറം ഈ അമ്പലത്തിന്റെ എത്ര പേർ പോകണം അത്രയും ദൂരത്തിലുള്ള വളവിനപ്പുറത്ത് ഓർത്തഡോക്സ് ഓഡിറ്റോറിയത്തിലാണ് ഫുഡ്. പ്രാർത്ഥിച്ച ആശീർവാദം പറയാനായിട്ട് എല്ലാവരും എഴുന്നേറ്റ് ഒരു പാസ്റ്റർ പ്രാർത്ഥിക്കുക. ഞങ്ങൾക്ക് ഇങ്ങനെ കണ്ണടച്ചത് കണ്ണ് തുറന്നു വന്നപ്പോൾ ആശീർവാദത്തിനെ കണ്ണു തുറന്നപ്പോൾ കസേരയില്ലാതെ ഒരു മനുഷ്യനുമില്ല. സകല കുടികളും കൊണ്ടുപോയി ചെറുക്കൻ മണ്ണ് വളർന്നുകൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റില്ല. ലീഡ് ചെയ്യുന്ന ബസ്സും പ്രാർത്ഥിച്ച ബസ്സും പാട്ടുകാരുണ്ട്. പിന്നെ പെണ്ണിൻ്റെയൊക്കെ അടുത്ത ബന്ധുക്കളോ ചെറുക്കിൻ്റെയൊക്കെ അടുത്ത ബന്ധുക്കളോ 2 പേരൊക്കെ വെളിയിൽ നിന്നു. ജീവിതത്തിൽ ആദ്യമായിട്ട് ശരി ഭാഷ 350 കസേരയോട് ആശീർവാദം പറയുന്നത്. ഞങ്ങൾ കീബോർഡൊക്കെ പാക്ക് ചെയ്തെല്ലാം വെച്ചിട്ട് ഞാൻ അവിടെ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ചയാണല്ലോ. ഈ ചതുരക്കള്ളിയുള്ള നെറ്റ് പുറത്തേക്കുള്ള ഷട്ടറുണ്ടല്ലോ, 3 ഷട്ടർ ഓടിക്കോടിക്കുന്നത്. പാസ്റ്റർമാരടക്കം കക്ഷത്തിൽ കൈവപ്പിച്ചിങ്ങനെ വവ്വാലിനാണ് പാകിസ്ഥാന്റെ അതിർത്തിയിൽ നിന്ന് പട്ടാളക്കാർ യുദ്ധത്തിന് വേണ്ടി നിൽക്കുന്നത് പോലെ ചോട് വെച്ച് നിൽക്കുക. ചോടുള്ള പാർട്ടിയാണെന്ന് ഞാൻ വിളിക്കുക. ഇങ്ങനെ മാതൃകയും വീക്ഷിക്കുക. എനിക്ക് രസകരമായിട്ട് തോന്നി കാഴ്ച. നോക്കുമ്പോ ഒരു യൂത്തിൽ പോലൊരു പയ്യൻ കേട്ടിരിക്കാനാണ്. അവന് ഷട്ടർ തുറക്കാം. എന്റെ കൊണ്ട് തമ്മിൽ
തമ്പുരാൻ ഇവൻ ഷട്ടർ തുറന്നത് അവൻ ഓർമ്മയുണ്ട്. പിന്നെ അവന് ബോധം വരുമ്പോൾ സ്റ്റേജ് മറന്നു ആളുകളിങ്ങനെ അന്ന് ആളുകളിൽ ആത്മാവിലുള്ള തെള്ളിക്കൊണ്ട് എല്ലാം കൂടെ കൊണ്ടുപോയി അവരെ കൊണ്ട് സ്റ്റേജിൽ കൊണ്ടിട്ടു. ഞാൻ പയ്യനെ പരിചയപ്പെട്ടു. ഷബീർ എന്നാണ് ഒരു മുസ്ലിം പയ്യൻ. ഞാൻ വലിയ പ്രവാസികളുടെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു. അവനോട് എന്റെ പാസ്റ്റർ 18 വർഷമായി കേരളത്തിൽ പഠിക്കുക. ഒരുപാട് ഇടയ്ക്ക് ശബ്ദം തോന്നിയിട്ടുണ്ട്. പക്ഷെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു അനുഭവം. നിങ്ങളുടെ ഒരു കല്യാണത്തിൽ ശബ്ദം തുറന്നത് ഞാൻ ആദ്യമായിട്ടാണ്. ഒരു കാര്യം കൂടെ ഇനി പൊന്മോതിരം തരാമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഒരു കല്യാണത്തിൽ ഞാൻ ശബ്ദം തുറന്നു. എന്തോ നിങ്ങൾക്ക് കൃപയുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ സത്യമാണോ ഇനി ഒരു കല്യാണത്തിന് ചെരുപ്പ് നോക്കിയാണ് എന്റെ രസമാണ്. ഒന്ന് കണ്ടു നിൽക്കണം. ആളുകൾ ഇതെല്ലാം കഴിച്ചിട്ട് ആചാരങ്ങളെ കഴിഞ്ഞിട്ട് അവസരം ഇവിടെ ചുമ്മാ മരിച്ചോണ്ടിരിക്കാൻ പോകാനും പോകണ്ട കിട്ടത്തില്ലെന്നൊരു തോന്നില്ല. ശുശ്രൂഷ പറയാൻ ഡിസിപ്ലിൻ പറയാം. ശുശ്രൂഷകനാകട്ടെ വിശ്വാസികളാകട്ടെ ആത്മീയനാകട്ടെ ഭക്ഷണത്തിന്റെ മുമ്പിലും പണത്തിന്റെ മുമ്പിലും സിസ്റ്റമാറ്റിക് അല്ലാതെ അവനെ വിശ്വസിക്കാൻ പറ്റില്ല. അവൻ ക്രമമില്ലാത്ത ജീവിതം നയിക്കുന്നു. ഭക്ഷണമേശയിൽ അനാവശ്യമായി ആർത്തി കാണിക്കുന്നവനും പണത്തോട് അനാവശ്യ ആർത്തി കാണിക്കുന്നവനും ശുശ്രൂഷയിൽ വിജയിക്കാത്തവനായിരിക്കും. ഈ മേഖലയിൽ ഡിസിപ്ലിൻ ഉള്ള ആളുകളെ വിശ്വസിക്കാൻ കൂടുതലുണ്ട്. നിങ്ങൾ ഏകദേശം മടുത്തു. ഞാൻ ഈ ബാക്കിയുള്ള വിശദീകരിക്കുന്നില്ല. ആ ഭാഗം ഞാൻ വിടുക. 5 വരെയുള്ള വാക്യം നിങ്ങൾക്ക് പഠിക്കാനായിട്ട് വിടുക. 4 വരെ പ്രാർത്ഥന യേശു ശ്രദ്ധിക്കും. 20 minutes യേശു പ്രാർത്ഥന പഠിപ്പിച്ചു. പ്രാർത്ഥനയൊക്കെ പഠിപ്പിച്ച് തീർന്നു കഴിഞ്ഞപ്പോൾ പത്രോസില്ലാക്കും അങ്ങോട്ടും കൂടെ കണ്ണിൽ വെറും 3 വാക്യങ്ങളിൽ നിന്നൊരു പ്രാർത്ഥന. പത്രോസ് യാക്കോബിനെ ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ടാണ് ഇവര് കടലിൽ പോകുന്നത്. ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ടാണ് പുള്ളിക്കുടനെ നോക്കിയത്. ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ശുശ്രൂഷ വളരുന്നതിനോട് പുള്ളിക്ക് ഒരു താല്പര്യം ഇഞ്ചിരിച്ച് പോകുന്ന 3 മണി പ്രാർത്ഥന നേരത്തെ പുള്ളിക്ക് പഠിപ്പിക്കാൻ കൂടെ പതിയെ പൊടി തട്ടി എഴുതാക്കാൻ തുടങ്ങി. ഭർത്താവ് പറഞ്ഞു ഇവിടെ പോവുക പഠിക്കണ്ടേ ശുശ്രൂഷയുണ്ട് ക്ലാസ് തീർന്നില്ല ഇരിക്കട്ടെ തിയറിയെ കഴിഞ്ഞു. ഇനി പ്രാക്ടിക്കൽ ക്ലാസ് കിടക്കണേ ഉള്ളൂ. അതുകൂടെ പൂർത്തിയായാലേ പ്രാർത്ഥനയുടെ സക്സസ് ആവും. ആത്മീയ ജീവിതത്തിൽ നമ്മളൊക്കെ തിയറി വെച്ച് തകർക്കം വരണമെന്ന് നോക്കുക. പക്ഷെ കത്തുന്നില്ല. എന്നിട്ട് നമ്മൾ ഓഡിയൻസിനെ കുറ്റം പറയാം. കല്ല് പോലിരിക്കുന്നു പറയാം. വിശ്വാസത്തിൽ ശുശ്രൂഷ തൊണ്ട കൊണ്ടിയല്ലേ ഊഫാണ് ചുമ്മാ നിന്റെ കുഴപ്പമാണ്. പ്രാക്ടിക്കൽ സൈഡിൽ ഇറങ്ങിയാലേ പ്രവൃത്തി വെളിപ്പെടും. 5 മുതൽ 13 വരെ വായിക്കണം. പക്ഷെ സമയത്തിന് വരും 9 വരെ വായിക്കും. പോയോ അവരോട് പറഞ്ഞത് നിങ്ങളിൽ ആർക്കെങ്കിലും ഒരു സ്നേഹിതനുണ്ട് എന്നിരിക്കട്ടെ. അവൻ അർദ്ധരാത്രിക്ക് അവന്റെ അടുക്കൽ ചെന്ന് സ്നേഹിത എനിക്ക് 3 അപ്പം വായ്പ തരണം. എന്റെ ഒരു സ്നേഹിതൻ വഴിയാത്രയിൽ എന്റെ അടുക്കൽ വന്നു. അവന് വിളമ്പി കൊടുക്കാൻ എന്റെ പക്കൽ ഏതുമില്ല എന്ന് അവനോട് പറഞ്ഞാൽ എന്നെ പ്രയാസപ്പെടുത്തരുത്. കതക് അടച്ചിരിക്കുന്നു. പൈതങ്ങളും എന്നോട് കൂടെ കിടക്കുന്നു. എഴുന്നേറ്റ് തരുവാൻ എനിക്ക് കഴിയുകയില്ല എന്ന് അകത്തുനിന്ന് ഉത്തരം പറഞ്ഞാലും അവൻ സ്നേഹിതനാകുകൊണ്ട് എഴുന്നേറ്റ് അവന് കൊടുക്കുകയില്ലെങ്കിലും അവൻ ലജ്ജ കൂടാതെ മുട്ടിക്ക നിമിത്തം എഴുന്നേറ്റ് അവന് വേണ്ടുന്നിടത്തോളം കൊടുക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും. അന്വേഷിപ്പീൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും. മുട്ടുവീൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും. പ്രാർത്ഥിക്കുന്ന ഒരു ആത്മാവിനെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രതീക്ഷ തരുന്ന വാക്കാണ് ഈ വാക്യം. യാചിപ്പീൻ എന്നാൽ അന്വേഷിപ്പീൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും. മുട്ടുവീൻ എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കും. കൃത്യം 20 മിനിറ്റ് കൊണ്ട് ഫാസ്റ്റായിട്ട് ഗൗരവമായ യേശു പ്രാർത്ഥന പഠിപ്പിച്ചു. തിയറി പഠിപ്പിച്ചു. ഇനി പ്രാക്ടിക്കൽ ക്ലാസ്. അതിന് കർത്താവ് പറഞ്ഞ ഒരു ഉപമയ്ക്കകത്ത് 3 വ്യക്തികളുണ്ട്. 1 വഴിയാത്രയിൽ വന്നൊരു മനുഷ്യൻ. 2
ഈ മനുഷ്യൻ വന്നത് നിമിത്തം അവന്റെ വീട്ടിൽ ആഹാരമൊന്നും ഇല്ലാത്തത് കൊണ്ട് മറ്റൊരു സ്നേഹിതന്റെ വീട്ടിലേക്ക് ആഹാരം കടം മേടിക്കാൻ പോകുന്ന രണ്ടാമത്തെ മനുഷ്യൻ. 3, ഇവൻ ചെന്ന് വീടിന്റെ വാതിൽ മുട്ടി ആഹാരം കൊടുക്കേണ്ടത് മൂന്നാമത്തെ മനുഷ്യൻ. പ്രാർത്ഥിക്കുന്നവന് ഈ 3 പേരിൽ ഒരാൾക്ക് സദൃശ്യമായി ക്രിസ്തു അവതരിപ്പിക്കുന്നു. പ്രായോഗിക തലത്തിൽ പ്രാർത്ഥനയോടെ അത്ഭുതങ്ങൾ സംഭവിക്കുക എന്ന് ക്രിസ്തു സ്ഥാപിക്കുകയാണ്. നമുക്കൊക്കെ ഏറ്റവും ഇഷ്ടം ആരാകാൻ? ഒന്നാമത്തെ സ്നേഹിതൻ എന്ന് പറയും. കോളിമേൽ എഴുതിയ പ്രൈത്തുകൾ കയറി അകത്തോട്ട് കയറി അമ്മ വിശേഷം കട്ടക്കാപ്പി വേണം മാസ്റ്റർ, വേണ്ട ചൂടുവെള്ളം മതി അമ്മ, പിന്നെ തിളയ്ക്കുന്ന സമയത്ത് വിശേഷം പൊടി വിട്ടിട്ട് ഇച്ചിരി പഞ്ചസാര അല്പം പാലോട് ഇങ്ങോട്ട് പോരെ, നമുക്ക് വലിയ കഴിക്കുക, പ്രൈസിനോട് പറഞ്ഞ് സ്വന്തം ചെയ്ത് പോകുകയുള്ളൂ. പക്ഷേ ഈ ഒന്നാമത്തെ സ്നേഹിതനെ സംബന്ധിച്ചോളം ഞാനിത് പഠിക്കുന്ന സമയത്ത് എനിക്ക് ഒന്നാമത്തെ സ്നേഹിതം വലിയ ബുദ്ധിമുട്ട് തോന്നി കേട്ടോ. ഇച്ചിരി ശാന്തമായിട്ട് ആ കാര്യം നിങ്ങളുടെ മനസ്സിൽ കയറാനായിട്ട് പോകും. അതേ കൂടെ നിങ്ങൾ പറഞ്ഞാൽ ശ്രദ്ധിച്ച് കേൾക്കണം. ഈ മനുഷ്യനെ എനിക്ക് വലിയ ബുദ്ധിമുട്ട് തോന്നിയ കാര്യം, ഈ മനുഷ്യൻ ഈ അർദ്ധരാത്രി വന്ന് ഔചിത്യമല്ലാത്ത ഒരു നടപടി ചെയ്തത് കൊണ്ടല്ലേ ഈ രണ്ടാമത്തെ സ്നേഹിതന് മറ്റൊരുവന്റെ വീടിന്റെ വാതിലിൽ പോയി മുട്ടേണ്ടി വന്നത്. നിയമങ്ങൾ നമ്മൾ പഠിക്കണം. ജിയോഗ്രഫി കൾച്ചർ ഓഫ് ബൈബിൾ എന്ന് പറയുന്ന ഒരു സിസ്റ്റം തന്നെ പഠിക്കാനായിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ പഠിക്കുമ്പോൾ പലസ്തീനായിൽ അവരുടെ പകരം അവരുടെ വീടുകളുണ്ട്. യാഥാസ്ഥിതിക കുടുംബങ്ങളിൽ മാത്രമല്ല, അന്നത്തെ ആവറേജ് സാധാരണ കുടുംബങ്ങൾ, സമ്പന്ന കുടുംബങ്ങളെക്കാൾ അപ്പുറമായിട്ട് സാധാരണ കുടുംബങ്ങളുമായിട്ട് ഇടപെടുന്ന കഥകൾ മുഴുവനാണ് ബൈബിളിൽ കിടക്കുന്നത്. അന്നത്തെ സാധാരണ കുടുംബങ്ങളിൽ പകൽ മുഴുവൻ ഇതുപോലെ വാതിലുകൾ തുറന്നു കിടക്കും. ആർക്കും വരാൻ പോകാൻ എന്ത് കാര്യം ആവശ്യങ്ങൾ ചോദിക്കാം, ഒരു കുഴപ്പമില്ല. പക്ഷേ സന്ധി കഴിഞ്ഞ് അവരുടെ കുടുംബ പ്രാർത്ഥന കഴിഞ്ഞ് അവരുടെ ആഹാരമൊക്കെ കഴിഞ്ഞ് വാതിൽ അടച്ചു കഴിഞ്ഞാൽ ആരും ആ വീടിന്റെ വാതിൽ മുട്ടരുതെന്നാണ് പൊതു നിയമം. അർദ്ധരാത്രിയിൽ വന്ന് വാതിൽ മുട്ടി ആ മനുഷ്യൻ കാണിച്ചത് തെറ്റില്ലേ? മാന്യതയില്ലാത്ത സംസ്കാരങ്ങൾക്ക് നിരക്കാത്ത അവരുടെ കാലങ്ങളായി അവർ പുലർത്തി വരുന്ന നാടിന്റെ എഴുതിയിട്ടല്ലാത്ത ഒരു നിയമത്തിന് വിരുദ്ധമായിട്ടാണ് ആ മനുഷ്യൻ ചെയ്തത്. അതുകൊണ്ടല്ലേ ഇവൻ ഈ അർദ്ധരാത്രിയിൽ ഓടേണ്ടി വന്നത്. പക്ഷെ കഥ പഠിച്ചപ്പോഴാണ് മനസ്സിലാകുന്നത് അവനെ കുറ്റം പറയാൻ പറ്റില്ല. അന്നത്തെ കാലത്ത് ആളുകൾ ഗ്രാമീണരായിട്ടാണ് പാർക്കുക. ഒരു ഗ്രാമത്തിൽ 10, 300, 400 വീടുകളുണ്ടാവും. അവിടെ നിന്ന് കിലോമീറ്ററുകൾ, മൈലുകളിൽ യാത്ര ചെയ്താലാണ് മറ്റൊരു ഗ്രാമത്തിൽ എത്തിച്ചേരുക. പകൽ മുഴുവൻ കത്തിക്കിടക്കുന്ന സൂര്യന് കീഴിൽ പഴുത്തു കിടക്കുന്ന മണലാരണ്യത്തിലൂടെ ഒട്ടകപ്പുറത്തു നടന്നു യാത്ര ചെയ്യുക അന്നത്തെ കാലത്ത് പ്രയാസകരമായതുകൊണ്ട് ആളുകൾ എന്ത് ചെയ്തറിയാമോ, വെയിലൊന്നാറി ചൂടൊന്നിറങ്ങി സ്വയം സന്ധ്യ ആകുമ്പോഴാണ് അടുത്ത ഗ്രാമത്തിലേക്ക് യാത്ര ചെയ്യുക. അന്നത്തെ പൊതുയാത്രാ സംവിധാനം കഴുതയാണ്. കഴുതപ്പുറത്ത് യാത്ര ചെയ്താൽ പതിയെ കഴുതയാടി നമ്മളെയൊക്കെ സഭായോഗത്തിൽ വരുന്നത് പോലെ പതിയെ ഒരു 10:45 ആകുമ്പോൾ 11 ആകുമ്പോൾ ആടി തൂങ്ങി കയറി വരും. അവർ യാത്ര ചെയ്യുന്നത് അർദ്ധരാത്രിയാകുമ്പോൾ അടുത്ത ഗ്രാമത്തിൽ ചെല്ലും. അവിടെ ചെല്ലുമ്പോൾ അന്നത്തെ കാലത്തെ സത്രങ്ങളുടെ സംവിധാനങ്ങൾ ആളുകൾ ഉപയോഗിക്കും. ഇനി അതല്ല, അടുത്ത ഒരു സ്നേഹിതനുണ്ടെങ്കിൽ ആ മനുഷ്യന്റെ വീട്ടിൽ അന്ന് രാത്രി അഭയം തേടും. വല്ലനെങ്കിൽ ഞാൻ ചെന്നു, എന്റെ വാഹനം ഒന്ന് കേടായി, അല്ലെങ്കിൽ എനിക്ക് ഒരു രാത്രി വിശ്രമിക്കണമെങ്കിൽ ഞാൻ ഏറ്റവും അധികം ആക്സസ് ഉള്ളത് അനിശ്വാസ വീടാണ്. അതേ അർദ്ധരാത്രിയിൽ ചെന്ന് കയറാനുള്ള സ്വാതന്ത്ര്യമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വാസ തരുമോ എന്നുള്ളത് ദൈവം തമ്പുരാനാണ്. അന്ന് രാത്രിയിൽ അടുത്ത സ്നേഹിതരുണ്ടെങ്കിൽ അവരുടെ വീടിന്റെ വാതിലിൽ തട്ടി അവിടെ വിശ്രമിച്ച് പിറ്റേ ദിവസം അവരുടെ കാര്യങ്ങൾ സാധിച്ച് അടുത്ത ദിവസം വൈകുന്നേരമാകുമ്പോൾ തിരിച്ചവരുടെ ഗ്രാമങ്ങളിലേക്ക് പോകും. ഇതാണ് അന്നത്തെ യാത്രാ സംവിധാനം. അങ്ങനെയെങ്കിൽ ഏതോ ആവശ്യത്തിന് ഏതോ ഒരു ഘട്ടത്തിൽ നിവൃത്തികേടുകൊണ്ട് ഒരു മനുഷ്യൻ വീടിന്റെ വാതിലിൽ മുട്ടി. അവനെ വിളിച്ച് വീടിനകത്തകത്ത് കയറ്റി ഇരുത്തി അവന്റെ ആദ്യത്തെ മര്യാദയോടെ സ്വീകരിച്ച് അകത്ത് കയറ്റിയിട്ട് പക്ഷേ വിളമ്പി കൊടുക്കാൻ ആഹാരമൊന്നുമില്ല. നമ്മളായിരുന്നു തല പറഞ്ഞു സന്തോഷമായിരുന്നേ. പിന്നെ വിശക്കുന്നില്ലല്ലോ, കഴിച്ചിട്ടല്ലേ പറഞ്ഞേ. ഇത് നമ്മുടെ ഡയലോഗ്. പിന്നൊക്കെ വിശക്കുന്നെന്ന് പറയാൻ പറ്റുമോ? കയറി ആദ്യമേ നമ്മൾ വഴി അടയ്ക്കും. ആളുകളുണ്ട് ആദ്യത്തെ സർക്കാരുകളെന്ന് പറയുന്നത് ഇല്ലാത്ത വരവുള്ള ആളുകളുണ്ട്. വാസന്മാരോട് വിചാരത്തോട് അമ്മാമ്മമാർ അതിലേറെ ഉണ്ട്. ഈ വാർത്തക്കിത്ര വരവുണ്ടെങ്കിൽ അമ്മാമ കൂട്ടുന്ന ആൾക്കാരെ നിങ്ങളെ ഒരു സ്വതന്ത്ര എങ്ങനെ നിങ്ങൾ പറഞ്ഞ വീട്ടിലോട്ട് കൊണ്ട് ചെല്ലണമല്ലോ. അതുകൊണ്ടാണ് ഞങ്ങളുടെ യോഗ ഞാൻ സ്വതന്ത്രം ചെയ്ത് ഞങ്ങളുടെ ദേവദാസന്മാരെല്ലാം ആദരിച്ചുകൊണ്ട് അവർ ഒരു ഡിന്നർ ഞങ്ങൾ തന്നത് ഇന്നതുപോലെ ഓർക്കുന്നു. കല്യാണ സദ്യ ഞങ്ങളൊന്നും വിചാരിച്ച അനിശ്വാസമൊക്കെ വാർഷികമാണെന്ന് തന്നെ വിചാരിക്കും. അതുപോലെ മേൽത്തരമായ വർഷം ദൈവം അനുഗ്രഹിക്കുന്നത് ചിലപ്പോൾ പ്രത്യേക വരാ. എനിക്കറിയാവുന്ന ഒരു മാസ്റ്റർ പറഞ്ഞൊരു കഥ. എൻ്റെ ഒരു വിദ്യാർത്ഥി ഈ കട്ടപ്പന ഈ കമ്പുകാട് എന്ന് പറയുന്ന സ്ഥലത്ത് ചേറ്റുകുടി മാസ്റ്റർ അറിയാം. ചേറ്റുകുടി ഇഷ്ടമല്ല. അപ്പോൾ ജിജോ മട്ടമ്പയുടെ എന്താ പറയുക ദേവസ്വ മാസ്റ്റർ ജിജോ പറഞ്ഞൊരു കഥയാണ്.
അന്നത്തെ കാലത്ത് നാട്ടിൻപുറത്തുനിന്ന് ഒരു ദൈവദാസൻ വന്ന് അവിടെ പ്രവർത്തനം വർഷങ്ങൾക്ക് പറയും BTC ഒക്കെ അവിടെ പ്രവർത്തിച്ച് അദ്ദേഹം ഒരു സഭയൊക്കെ സ്ഥാപിച്ച് കുറേ വിശ്വാസികളൊക്കെയാണ് അദ്ദേഹം അവിടെ ജീവിക്കുക. അദ്ദേഹം പ്രായമായി കഴിഞ്ഞപ്പോൾ തണുപ്പൊക്കെ സഹിക്കും. അവിടുത്തെ ക്ലൈമറ്റ് അറിയാം. ഷിപ്പാസ് ചോദിച്ചാൽ അവിടുത്തെ ക്ലൈമറ്റ് സഹിക്കും. അസ്ഥിക്കൊക്കെ പ്രയാസമൊക്കെ ഉണ്ടായിട്ട് അദ്ദേഹം തിരിച്ച് സഭയൊക്കെ മറ്റേ ആളുകളെ ഏൽപ്പിച്ച് അദ്ദേഹം നാട്ടിൽ പോകും. മുണ്ടക്കയെ ശ്രദ്ധിച്ച് ഒരു ദൈവദാസൻ അദ്ദേഹം ഇങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ആ സഭയിൽ ഇദ്ദേഹം വിശ്വാസത്തിൽ കൊടുക്കുന്ന ഒരു കുടുംബത്തിൽ കല്യാണം അപ്പോൾ ഫാസ്റ്റ് അറിയിച്ചു. അപ്പോൾ ഫാസ്റ്റ് ഒരു വലിയൊരു ആഗ്രഹം ഒത്തിരി നാളായി ആളുകളെയൊക്കെ വിശ്വാസികളൊക്കെ കണ്ടിട്ട് എന്നാലൊന്ന് പോയി അവിടെയുള്ള വിശ്വാസികളൊക്കെ കണ്ട് പഴയ വിശ്വാസത്തിൽ കൊണ്ടുവന്ന വിശ്വാസികളൊക്കെ കണ്ട് ഒന്ന് സന്തോഷമൊക്കെ തലേന്ന് ഇദ്ദേഹം പോയി. കല്യാണം നാളെയാണെങ്കിൽ തലേന്ന് അവിടെ ചെന്നു. തന്റെ പഴയ വിശ്വാസികളൊക്കെ കണ്ട് എല്ലാ വീടുകളും ഒക്കെ സന്ദർശിച്ച് വലിയ സന്തോഷത്തോടെ ഉച്ചയായപ്പോഴത്തേക്ക് അദ്ദേഹം വേറൊരു വീട്ടിൽ ചെന്നു. എനിക്ക് വിശ്വാസം ചെന്നപ്പോഴത്തേക്ക് നേരത്തോടെ പണിയൊക്കെ കഴിഞ്ഞ് അച്ഛൻ അമ്മാമ്മ വന്ന് ഇങ്ങനെ അരിയുടെ കല്ലൊക്കെ ഇങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കുക. ഇതൊക്കെ സിസ്റ്റം അങ്ങനെയല്ലേ ശില്പാസ് വെച്ചത് ഏലത്തോട്ടത്തിൽ പണിയൊക്കെ കഴിഞ്ഞ അമ്മാമ്മ ഇങ്ങനെ അപ്പാതൊക്കെ ഇരിക്കുന്ന അച്ഛൻ അതൊക്കെ വർത്താനം പറയുന്ന അമ്മാമ്മ അതൊക്കെ ഇരുന്ന് ജീവിക്കുന്ന വാർത്തയിലൊക്കെ പറ്റി കല്ലൊക്കെ പൊട്ടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ആ സർപ്രൈസിലോട് പറഞ്ഞുകൾ ചെയ്തത്. വലിയ സന്തോഷം കാര്യമായിട്ട് പറഞ്ഞ് ഒരു കട്ടൻ കാപ്പിയൊക്കെ കൊടുത്ത് അന്ന് കട്ടൻ ചായ അവിടുത്തെ രീതി കട്ടൻ ചായ ഒക്കെ കൊടുത്ത് വർത്താനൊക്കെ പറഞ്ഞ് ഒരു 1/2 മണിക്കൂറായി 3 മണിക്കൂറായി 3 ലക്ഷം ചില മനസ്സിലായി കുറച്ച് പോകുന്ന മക്കളൊന്നും കാണിക്കുന്നില്ല. ഇന്നിവിടെ കൂടാനാ ഭാരം. ഞാൻ 1 പറഞ്ഞ് 2 പറഞ്ഞ് 2 കൂടെ ചോദിച്ചു. മാമയെ അച്ഛനും തമ്മിൽ ഒരു കൊച്ചുള്ള 1 പറഞ്ഞ് 2 പറഞ്ഞ് എനിക്കൂടെ പറയാൻ പറ്റില്ല. ഞാൻ ഒറ്റ അടി കൊടുത്ത അമ്മാമ മക്കളാണ് തന്റെ വിശ്വാസം ആ വിശ്വാസത്തെ കൊണ്ടൊന്ന് വിശ്വാസത്തിൽ വന്ന് തന്നെ ഉപയോഗിച്ച് പ്രശ്നം ഉണ്ടായി അമ്മാരുടെ ചെടിക്ക് കഴിച്ചത് പാസ്റ്റർ ഭയങ്കര നല്ലതാകും. പാസ്റ്റർക്ക് പറയാൻ ഇറങ്ങി പോയി പ്രാർത്ഥിക്കാൻ പോയി. പാസ്റ്റർ ഇറങ്ങി പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് അച്ഛൻ പറഞ്ഞ് എൻ്റെ സൂക്ഷിക്കും പാസ്റ്റർ പോകുന്ന മട്ടൊന്നും കണ്ടില്ല. അതുകൊണ്ടല്ലേ നിന്നെ ഞാൻ നോക്കാതെ തല്ലിയത്. പിന്നെ എനിക്കറിയില്ല അച്ഛൻ 25 വർഷമായില്ലേ കൂടെ കൂട്ടിയിട്ട് അച്ഛൻ്റെ തന്ത്രം എനിക്ക് അപ്പോഴേ മനസ്സിലായി. അതല്ലേ ഞാൻ തൂകാതെ മാറ്റിയത്. അപ്പൊ നോക്കാതെ തല്ലി തൂകാതെ മാറ്റി. അപ്പൊ പുറത്തുനിന്ന് ഒരു ശബ്ദം എനിക്കത് അപ്പോഴേ മനസ്സിലായി. അതല്ലേ ഞാൻ പോകാതെ വിശ്വാസം വിചാരിച്ചു പാസ്റ്റർമാർ വെറും മണ്ടന്മാർ. ഞാൻ എപ്പോഴും പറയാറുണ്ട് പ്രിയപ്പെട്ടവർ, നിങ്ങളെ ഇപ്പോൾ അലമാരി തുറക്കുന്നില്ല ഞങ്ങളോട് പറഞ്ഞാൽ മതി. ഈ വളർത്തിയെല്ലാം കഴിഞ്ഞാൽ മതി. അതൊക്കെ ഞങ്ങൾ നിമിഷം നേരം കൊണ്ട് തുറന്നു തരാം. എല്ലാം പണി അറിയാം. പാസ്റ്റർമാർ വരും മണ്ടന്മാരല്ല. തന്റെ ചോടെ പറഞ്ഞോളാം സ്വന്തം അതിന് സർക്കാർ ഒരു വരാണ്. ഈ മനുഷ്യൻ ഏതോ ആവശ്യത്തിന് വന്ന് കയറിയിരിക്കാൻ അവനെ വീട്ടിൽ വിളിച്ചു വിളമ്പിൽ കൊടുക്കാനൊന്നുമില്ല. അവൻ പറഞ്ഞു ഇവിടെ ഇരിക്കണം വേഗം വരാം എന്ന് പറഞ്ഞിട്ട് ആ അർദ്ധരാത്രിയിൽ മറ്റൊരു സ്നേഹിതന്റെ വീടിന്റെ വാതിലിൽ ചെന്ന് മുട്ടി. ആവശ്യമില്ല. എനിക്ക് 3 അപ്പോൾ വായ്പ തന്നു. എന്റെ ഒരു സ്നേഹിതൻ വഴിയാത്രയിൽ എന്റെ അടുക്കൽ വന്നിരിക്കുന്നു. അവന് വിളമ്പി കൊടുക്കാൻ ഏതുമില്ല. ഇത് പറയുമ്പോൾ കഥയിൽ കർത്താവ് പറയാം എന്ന് പറഞ്ഞാൽ കട കടച്ചിരിക്കുന്നു, പൈതങ്ങൾ എന്റെ കൂടെ കിടക്കുന്നു, എന്നെ ബുദ്ധിമുട്ടിക്കരുത് എന്ന് പറയുന്നതല്ലാതെ എടുത്തു കൊടുക്കുന്നില്ല. ചോദിക്കുന്നത് 3 അപ്പം. അകത്തു നിന്ന് പറയുന്ന മറുപടി എന്നെ പ്രയാസപ്പെടുത്തരുത്, പ്ലീസ് ഡോണ്ട് ബോദർ മീ. കട കടച്ചിരിക്കുന്നു, പൈതങ്ങൾ എന്റെ കൂടെ കിടക്കുന്നു. 3 അപ്പത്തിന് 3 തടസ്സം. വേഗം വിശദീകരിക്കാം. കൂടെ പറഞ്ഞത് സാമാന്യ ബുദ്ധിക്കകത്ത് ഈ മനുഷ്യന്റെ തടസ്സമാണ്. നമുക്കൊരു പ്രയാസം തോന്നുന്നില്ലേ? അനീഷ് പാസ്സോട് ചെന്ന് പാസ് ഇച്ചിരി മുളകൊടി തരാമോ? പാസ് പറയണം പിന്നെ 5 കിലോ പഠിച്ചത് ഇന്നലെ പഠിച്ചത് ഇപ്പോഴും ഇരിക്കുന്നു പക്ഷെ കഥ അടക്കി പോയി എന്ന് പറഞ്ഞാൽ നേരെ നമ്മൾ ആ വീട്ടിൽ പോകുമോ? എന്താ പറഞ്ഞാൽ എന്തെങ്കിലും കേടായാൽ പോലും നമ്മൾ ആ വീട്ടിൽ പോകണ്ട പറയും. കാരണം പുള്ളി ഇനി കഥ അടച്ചെന്ന് പറഞ്ഞെങ്കിലോ ഒരു മര്യാദ പത്രം പോലെ നിങ്ങൾക്ക് തോന്നുന്നില്ലേ? ശരിയാണ്, നമ്മുടെ സംസ്കാരം അനുസരിച്ച് അത് നമുക്ക് പ്രയാസമായിട്ട് തോന്നാം. പക്ഷെ കഥയോട് നീതി പുലർത്തി പഠിക്കുമ്പോൾ പലസ്തീനയുടെ സംസ്കാരത്തിൽ കൃത്യമായി നിയമമാണ്. കഥ കടച്ചു കഴിഞ്ഞാൽ ഒരുത്തനെ ചെന്ന് വാതിലിൽ മുട്ടാൻ പാടില്ല. അങ്ങനെയെങ്കിൽ നമ്മൾ പഠിക്കേണ്ടത് അവിടുത്തെ കഥകിനെ കുറിച്ചാണ്. അവൻ അവിടെ പറയുന്നത് ആദ്യം പറയുന്നത് എന്നെ ബുദ്ധിമുട്ടിക്കരുത്. അതിനൊരു പ്രധാനപ്പെട്ട കാരണമാണ്. ഒറ്റമുറി വീടുകളാണ് ഇതുപോലെയുള്ള ഒറ്റമുറി വീടുകൾ. ഒരു വാതിലുണ്ടാവും, ഒരു ജനലുണ്ടാവും. പണി മുഴുവൻ തുറന്നെടുക്കും. രാത്രിയിൽ ഈ മനുഷ്യൻ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ട് വീടിന്റെ ഒറ്റപ്പാടി കഥകളാണ്. അതിന് അവിടെ എവിടെകളിലായിട്ടുള്ള ചുഴികളൊക്കെ വെച്ച് വാതിൽ അടച്ചു കഴിഞ്ഞാൽ ആരും അവിടെ ചെന്ന് മുട്ടാൻ പാടില്ല. ഈ വീടിന്റെ 2 ഭാഗം തറ നിരപ്പായിരിക്കും. 1 ഭാഗം തറ ഉയർത്തി പണി. ഇത് നിങ്ങളുടെ മനസ്സിൽ നിൽക്കണം. എങ്കിലും 100 മനസ്സിലാവും. ഈ തറ നിരപ്പായി പണിതിരിക്കുന്ന 2 ഇടത്താണ്
അവന്റെ വീട്ടിലെ സകലവിധ ആട്, മാട്, കോഴി, താറാവ്, പട്ടി, പൂച്ച സകലത്തെയും മൃഗങ്ങളെയും ഇവൻ സൂക്ഷിക്കുന്നത് ഈ 2/3 ഭാഗം തറനിരപ്പായിരിക്കുന്നിടത്താണ്. അങ്ങനെയെങ്കിൽ ഈ അർദ്ധരാത്രിയിൽ എഴുന്നേറ്റ് അപ്പം കൊടുക്കാൻ തുടങ്ങിയാൽ എന്നെ ബുദ്ധിമുട്ടിക്കുന്നെന്ന് പറയുന്നതിന്റെ കാരണം കോഴിക്കോട് തുറന്നിട്ടുള്ള അമ്മമാർക്ക് ഇത് പെട്ടെന്ന് മനസ്സിലാവും. വാതിൽ തുറന്നാൽ അങ്കക്കരി കൊണ്ട് നിൽക്കുന്ന സകലം പാതിരാത്രി ചാടി വെളിയിൽ പോകും. ആടുകളോ വെളിയിൽ ചാടും, പാട്ടികളോ വെളിയിൽ ചാടും. അപ്പം മേടിച്ചോണ്ട് പോകുന്ന ഒരു തായ്മൂല മുടക്കി കൊടുക്കും. അവൻ വീട്ടിൽ ചെന്ന് ചാപ്പാടി കഴിച്ച് അവൻ കിടന്നുറങ്ങിയാൽ ഈ പാതിരാത്രി മുഴുവൻ കോഴി എന്ന് പറഞ്ഞേ പ്രസംഗങ്ങളിൽ ആത്മയോഗത്തോടെ ദൂതന് ഗ്ലോറി ഗ്ലോറി പറയുന്നത് പോലെ എന്ന് പറഞ്ഞ് പാതിരാത്രി മുഴുവൻ പാമ്പ് നടന്ന് ആ രാത്രി പോയ പട്ടിയും പൂച്ചയും എല്ലാത്തിനെയും അകത്ത് കയറ്റും. വീണ്ടും കിടക്കയിലേക്ക് പോകാൻ വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് അവൻ പറയുന്നു, ഒന്നാമത്തെ തടസ്സം എന്നെ ബുദ്ധിമുട്ടിക്കരുത്. ശ്രദ്ധിക്കണേ, ഒറ്റമുറി വീടുകളാണെന്ന് ഞാൻ പറഞ്ഞു. ഒരു വാതിലാണുള്ളത്, അത് ഒറ്റപ്പാളിക്കഥകളാണ്. പഴയ കാലത്തുള്ള ഒറ്റപ്പാളിക്കഥകൾ ഓർത്താൽ ഒറ്റപ്പാളിക്കഥ. അതിന്റെ അവിടെ ചെറിയ ദ്വാരങ്ങളുണ്ട്. അത് ഈ വാതിലിന്റെ കട്ടളയോട് ചേർത്ത് വെച്ചിട്ട് നീളത്തിലുള്ള ഒരു വഴിയുണ്ട്, ഫ്ലെക്സിബിൾ ആയിട്ടുള്ള വഴി. അത് അവിടുന്ന് ഒരു സാക്ഷ പോലെ ഇങ്ങനെ ആ വിടവിനകത്തൂടെ അടിച്ചിപ്പുറത്തെ കയറ്റി ബന്ധിച്ചു കഴിഞ്ഞാൽ ആരും വീടിന്റെ വാതിൽ തുറക്കില്ല. വീടിന്റെ വാതിൽ തുറക്കില്ല. അതുകൊണ്ട് അത് പിന്നെ തിരിച്ചടിച്ചിറക്കുന്നത് രാവിലെ ഉള്ളൂ. അതുകൊണ്ട് ഒരു കാരണവശാലും ആരും വീടിന്റെ വാതിൽ തുറക്കുകയില്ല. മറന്നു പിടിയോ? അതുകൊണ്ട് അവരെ കുറ്റം പറയാൻ പറ്റുമോ? എന്താ പറ്റില്ലാത്തത്? ഒന്ന്, അവൻ ഈ രാത്രിയിൽ വാതിൽ തുറന്നാൽ പ്രശ്നങ്ങളാണ്, മുഴുവൻ പുറത്തിറങ്ങി പോകും. അവൻ അന്ന് രാത്രിയിൽ അതൊരു ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് അവൻ പറയുകയാണ്, എന്നെ ദൈവം ബുദ്ധിമുട്ടിക്കരുത്. 2 വാതിൽ അടച്ചുപോയി. ഇനി മൂന്നാമത്തെ രസകരമായത് കേൾക്കൂ. പൈരങ്ങളെന്റെ കൂടെ കിടക്കും. ഞാൻ ബൈബിൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു ദേവദാസൻ, അദ്ദേഹം ഇങ്ങനെ ക്ലാസ് ചെയ്യാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഇങ്ങനെ വാടിക്ക് പോയി കൊടുത്ത് കാര്യമായിട്ട് ആലോചിക്കുന്നില്ല. അത്ര വലിയ കാര്യമായിട്ട് വിട്ടില്ല, ഇങ്ങനെ ആലോചിക്കുമെന്ന് വിചാരിക്കും. പക്ഷേ കഴിഞ്ഞപ്പോൾ ഈ ഭാഗം പഠിപ്പിച്ചു വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് വലിയ ക്ലാസ് പറയുന്നത് എനിക്കൊരു സംശയം ചോദിക്കാൻ പറ്റി. നമ്മൾ ചോദിച്ചോളൂ. അല്ലാതെ സാറേ, ഇവിടെ പൈതങ്ങൾ കൂടെ കിടക്കുന്നതിനുള്ള ഭാര്യയുടെ കാര്യം പറയുന്നില്ല. നമ്മളിവിടെ തൊണ്ട കയറി 1 മണിക്കൂറായിട്ട് പഠിപ്പിക്കുക. ഇവൻ കഥ തുടങ്ങിയപ്പോൾ അതാ ചിന്തിക്കുന്നത്. ഏജിയിലെ PM നഗരിയ സാറുണ്ട്, ഗർജിക്കുന്ന സിംഹം എന്നറിയപ്പെടുന്നത്. അദ്ദേഹം ഒരിക്കൽ ബൈബിൾ സ്കൂളിൽ പുല്ലൂർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരുത്തം പറഞ്ഞു, കയ്യിന്റെ ഭാര്യയുടെ പേര് പുസ്തകത്തിൽ എഴുതിയിട്ടില്ലല്ലോ, സാർ അവനെ കഴിച്ചു തീർന്നില്ലെന്നുള്ളൂ. സാറ് പറഞ്ഞ് കണ്ടോന്റെ പെണ്ണുമ്പിള്ളയുടെ പുസ്തകം പേരെഴുതുവാനുള്ള പുസ്തകം എന്ന് പറഞ്ഞ് സാർ എന്തായാലും രക്ഷപ്പെട്ടെന്നാണ്. ഇങ്ങനെയുള്ള ചോദ്യത്തിനൊക്കെ പിന്നെന്താ ഉത്തരം പറയും? ഇവന്റെ ചിന്ത വേറെ ലോകത്തോട് പോവുക. ഏതായാലും തൽക്കാലം ആരോ പറഞ്ഞു കേട്ട ഒരു പുതിയ അന്നേരം തോന്നി, ഞാൻ പറഞ്ഞു നേഴ്സായിരിക്കും, ചിലപ്പോൾ നൈറ്റ് ഡ്യൂട്ടിക്ക് ഉപയോഗിക്കും. അന്നേരം അതിൻ്റെ രക്ഷണം. ഇത് ഡൈവേഴ്സ് ആയിട്ടോ നേഴ്സ് ആയിട്ടോ ഒന്നും അല്ല. ശ്രദ്ധിക്കണം, ഗൗരവമായി തോന്നു പറയാം. 2/3 ഭാഗം തറനിരക്കും. ആടുകളെയും മറ്റു മൃഗങ്ങളെയും എല്ലാം സൂക്ഷിക്കുന്നുണ്ട്. വാതിലടയ്ക്കും. വാതിലടച്ചു കഴിഞ്ഞാൽ വീട്ടിലെ അമ്മയുടെ ജോലി കിടക്ക റെഡിയാക്കുക. അപ്പന്റെ ജോലി കിടക്ക റെഡിയാക്കുക. അമ്മ ആ സമയം കൊണ്ട് വീടിന്റെ സൈഡിലുള്ള നെരിപ്പോട് ഈ 1/3 ഭാഗം തറ ഉയർത്തിപ്പണിയും. ഏതാണ്ട് 2-3 അടി പൊക്കത്തിൽ തറ ഉയർത്തിപ്പണിയും. അതിനുള്ള ചിന്തയില്ല. അതിന്റെ ഒത്ത നടുവെ നേരെ നിലം പറ്റിയെത്തുന്ന ഒരു കുഴിയുണ്ട്. ആ കുഴിക്കകത്താണ് അവന്റെ വീട്ടിലെ സകലവിധ വസ്തുക്കളും അവൻ സൂക്ഷിക്കുക. നമുക്കൊരു അലമാരയോട് ഗുണം ചെയ്യുന്ന ഒരു കുഴിയാണ് ഒത്ത നടുവിലുള്ള കുഴി. അവന്റെ വീട്ടിലെ സകലവിധ തുണിയും പാത്രങ്ങളും എല്ലാം അവൻ സൂക്ഷിക്കുന്നത് അവിടെയാണ്. അന്ന് പകൽ അവൻ ഉപയോഗിച്ച ആഹാരമൊക്കെ കഴിഞ്ഞ് ബാക്കിയുണ്ടെങ്കിൽ അത് പാത്രത്തിലാക്കി ഈ കുഴിക്കകത്ത് ഇറങ്ങി വെക്കും. അമ്മ ഇതെല്ലാം ഇറക്കി വെച്ചു കഴിഞ്ഞാൽ അപ്പൻ വന്ന് മുകൾ വശം ഒരു പലക തട്ടുകൊണ്ട് മൂടും. അതിന് മുകളിൽ പുല്ലും വൈക്കും പുല്ലും കോരപ്പുല്ല് പോലെയുള്ള സാധനങ്ങൾ വിരിച്ച് അന്നത്തെ കാലത്തെ ആട്ടിൻതോലൊക്കെ വിരിച്ച് അപ്പൻ കിടക്ക റെഡിയാക്കും. അമ്മ നെരിപ്പോട് കത്തിക്കും. മക്കൾ മുഴുവൻ, അപ്പൻ അമ്മ മക്കളെല്ലാം നിരനിരയായി കിടന്നുറങ്ങും. ഇനി ശ്രദ്ധിക്കട്ടെ, ഇങ്ങനെയാണ് അവിടെ കിടക്കയുടെ സംവിധാനം. അങ്ങനെയെങ്കിൽ ഈ രാത്രിയിൽ ഇവന് ഈ അപ്പം കൊടുക്കണമെങ്കിൽ ഒന്ന് വാതിൽ തുറക്കണം. പുറത്തിറങ്ങിപ്പോ ഇനി അത് മാത്രമോ, നിരനിരയായി കിടക്കുന്ന ഇവന് കിട്ടേണ്ട വാഗ്ദത്തത്തിന്റെ മുകളിൽ തലമുറകളെല്ലാം നിരനിരയായി കിടന്നുറങ്ങുക. 1-2 വയസ്സ് വ്യത്യാസത്തിൽ ഗർഭിണികളെല്ലാം കിടന്നുറങ്ങുക. ഓ ഗ്ലോറി. ശ്രദ്ധിച്ചു കേൾക്കണേ, അന്നത്തെ കാലത്ത് നമ്മൾ എടുത്തപ്പോൾ 1-2
അല്ല നാം രണ്ട് നമുക്കെന്തിന് അല്ല നാം ഒന്ന് നമുക്കൊന്നു മതി. ഇതൊക്കെ ഇവിടുത്തെ രീതിയാണ്. എന്നാൽ അവിടെ അങ്ങനെയൊന്നുമല്ല. അവർക്ക് എപ്പോൾ വേണ്ട തോന്നുന്നു അന്ന് വരെ അവർ മക്കളെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. യാക്കോബിന് വേണ്ടി 12-13 പിള്ളേരൊക്കെ ഉണ്ട്. ഒരു 10-12 മരുന്ന് കിടക്കുന്ന വാഹനങ്ങളൊന്ന് കണ്ടു നോക്കിക്കേ. എല്ലാ അംഗൻവാടിയാണെന്ന് തോറ്റു പോകുന്ന രീതിയിലുള്ള കിടക്കുക. 10, 9, 8, 7, 6, 5, 4, 3, 2, 1 ശുഭം. എല്ലാവരുടെയും നിറഞ്ഞു കിടക്കുക. ഒരു പരുവത്തിന് അമ്മാമ എല്ലാത്തിനെയും കൂടെ ഒരു വിധത്തിൽ അടിച്ചു രണ്ടെണ്ണത്തെ ഒപ്പിക്കുന്ന പാട്ട് നമുക്കറിയാം. ഞാനൊക്കെ എവിടെ ശിക്ഷോട് പാതിരാത്രിയൊക്കെ ചെല്ലുമ്പോഴത്തെ എന്റെ ചെറുപ്പം ചാടി എഴുന്നേക്കും. ചാടി എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഇവർ അവസാനം പിന്നെ കഥ കേൾക്കണം. 2 പുള്ളികൾ ചേർക്കുന്നില്ല. നമ്മൾ കഥ കേൾക്കണം. നമ്മളിന്റെ കുട്ടൂസന്റെ ആഗ്രഹം ഇല്ലാത്ത കഥയൊക്കെ ഉണ്ടാക്കി പറയുക. വലിയ പാടല്ലേ? നിഷ്കാസക്കറിയായ സംഗതി വലിയ പാടാണ്. അങ്ങനെയാണെങ്കിൽ ഒരു 10 പേർ ഇന്നത്തെ ഓരോ രേഖകളൊന്ന് ചിന്തിച്ച് നോക്കി. ഇതുങ്ങളെല്ലാം ഉറങ്ങി കിടക്കുമ്പോൾ പാതിരാത്രിയിലാണ് ചെന്ന് വിളിച്ച ചിലതെന്ന് ഇങ്ങനെയാവും. ഫുട്ബോളൊക്കെ കളിക്കുന്ന പുള്ളികളുണ്ട് ഇല്ലേ ബോസ്. പിന്നെ രാത്രി വിളിച്ചു കഴിഞ്ഞാൽ തൊഴിക്കും. രാത്രി വിളിച്ചു കഴിഞ്ഞാൽ അലറും. ഇതുങ്ങളെല്ലാം കൂടെ പാതിരാത്രി വിളിച്ചു നോക്കിയാൽ 12 പാലിന്റെ ഗാനങ്ങൾ പോലെ 4 മൂലിക്കുന്ന അലറി കൂവിയാൽ അന്ന് രാത്രി കുടുംബകാലം ഉറപ്പാണ്. പുള്ളി വലിയ ചാരിറ്റബിൾ ദർശനമൊക്കെ ആയിട്ട് പോയി 3 അപ്പമൊക്കെ കൊണ്ടുകൊടുത്തത് ചിന്തിച്ചു വരുമ്പോഴത്തെ അംഗത്തിന് കൊണ്ട് നിൽക്കുന്ന അമ്മയെ കണ്ടോ അന്ന് രാത്രി പോരാണ് ഉറപ്പാ. അതറിയാവുന്നവർ ദൈവത്തോട് പറയുക, ദൈവം ഇതിനെ ബുദ്ധിമുട്ടിക്കരുത്. ഈ രാത്രി ഒരു വിധത്തിലോ ഒന്ന് സമാധാനത്തോടെ കിടന്നുറങ്ങുന്നത് എഴുന്നേറ്റ് ഒരു നിർവാഹമില്ല. ദൂരേക്ക് വരിക. ഇങ്ങനെ പറഞ്ഞാൽ അവൻ സ്നേഹിതനാകൊണ്ട് വല്ലാതെ സ്വാധീനിച്ചൊരു ദൂതാണ്. ഒരു അരമണിക്കൂർ പ്രസംഗിക്കാൻ ഒരു ആത്മീയ ദൂത് അതിനകത്തുണ്ട്. അവൻ സ്നേഹിതനാകൊണ്ട് കൊടുക്കയില്ലെങ്കിലും ഇത് രാത്രി തീവനകത്തുള്ള ദൈവദാസന്മാരോട് നമ്മുടെ മുമ്പിലുള്ള വഴികൾ തെളിഞ്ഞു വരുന്നത് ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിലല്ല. നിങ്ങൾക്കുള്ള ബന്ധങ്ങൾ വഴികൾ തുറന്നു വരുന്നത് റെക്കമെൻഡേഷന്റെ അടിസ്ഥാനത്തിലല്ല. റെക്കമെൻഡേഷൻ ഇല്ലാതെ ആ ബന്ധങ്ങളില്ലാതെ പരിചയങ്ങളില്ലാതെ സ്വർഗത്തിന്റെ വാതിൽ തുറക്കാൻ ദൈവത്തിന് അറിയാം. പ്രാർത്ഥനയുടെ ആത്മാവിൽ ജീവിക്കുന്ന പ്രാർത്ഥനയുടെ മർമ്മത്തിൽ ജീവിക്കുന്നവരുടെ മുമ്പിൽ വഴികളെ തുറക്കാൻ ദൈവത്തിന് അറിയാം. തലത്തിലെന്ന് പറഞ്ഞാൽ അവൻ സ്നേഹിതനോട് കൊടുക്കയില്ലെങ്കിലും ആ അർദ്ധരാത്രിയിൽ ആ വാതിൽ ഞാൻ തുറക്കും. ഞാൻ കൺക്ലൂഡ് ചെയ്ത ദൂത് പറഞ്ഞു. വാസ്തവത്തിൽ ഇവിടെയാണ് ഗൗരവമായിട്ട് പറയുന്ന ആത്മീയ ദൂത് കിടക്കുന്നത്. നിങ്ങളത് പ്രകാശം കിട്ടുന്നവരെ നിങ്ങൾ ഈ ഭാഗം വായിക്കാൻ പഠിക്കേണ്ടോ. തമ്പുരാന്റെ മുമ്പിൽ തുറക്കത്തില്ലെന്ന് നീ തന്നെ എഴുതിയ വിധി എഴുതിയ ചില വാതിലുകളുണ്ടല്ലോ. അടഞ്ഞുപോയ ചില വഴികളില്ലേ, അത് നോക്കി നമ്മൾ പലപ്പോഴും കരഞ്ഞിട്ടില്ലേ? അടഞ്ഞു കിടക്കുന്ന ചില വാതിലുകളിൽ മുട്ടി ഇനി തുറക്കില്ലെന്ന് നമ്മൾ തന്നെ മനസ്സോടുകൂടെ ഇനി സംഭവിക്കില്ലെന്ന് പറഞ്ഞ ചില വാതിലില്ലേ? ഇതിനകത്ത് പ്രാർത്ഥനയുടെ ആത്മാവിൽ ജീവിക്കാമെങ്കിൽ, ജീവ മുട്ടുകടക്കാമെങ്കിൽ, ജീവ ആത്മാർത്ഥമായി കരയാമെങ്കിൽ അടഞ്ഞുപോയ ചില വഴികൾ നിനക്ക് മുമ്പിൽ കാര്യമില്ലെന്ന് പറഞ്ഞതിനെ മുടക്കി തരുമെന്ന് ആത്മാവിൽ നിന്ന് പറയുകയാണ്. ചോദിച്ചത് 3 അപ്പം. പക്ഷേ വേണ്ടുന്നിടത്തോളം വേണ്ടുന്നിടത്തോളം മതിയെന്ന് പറയുവോളം ആമേൻ. ഇന്ന് മുതൽ ദൈവദാസന്മാർ ആ ദൂതന് ആമേൻ പറയണം. ആ കരമടിച്ച് ഇന്ന് മുതൽ ദൈവത്തിന് സ്തോത്രം പറയുന്നു. നീ ചോദിച്ചതിനേക്കാൾ നിനച്ചതിനേക്കാൾ ആത്യന്തപരമായി നിന്റെ മടിയിൽ തന്ന് മാനിക്കാൻ കഴിയുന്ന ദൈവത്തെ സേവിക്കുന്നത് ഈ ടീമിന് വേണ്ടി ദൈവം വാതിലിനെ തുറക്കുമെന്ന് ഇന്ന് മുതൽ ആത്മാവിനെ പ്രവചിച്ചു പറയുകയോ. എന്താ ക്രിസ്തു പഠിപ്പിക്കുന്ന പ്രായോഗിക മർമ്മം? എന്താ ക്രിസ്തു പഠിപ്പിക്കുന്ന പ്രാക്ടിക്കൽ മെസ്സേജ്? ഒരൊറ്റ മിനിറ്റ് കൊണ്ട് അത് പറഞ്ഞ് ഞാൻ എന്റെ സന്ദേശം അവസാനിപ്പിക്കും. നോക്കൂ, യേശുവിനെ പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. അച്ചടിച്ച വാക്കുകൾ പോലെ ഭംഗിയുള്ള വാക്കുകൾ പോലെ ക്രമമായി പ്രാർത്ഥിക്കുന്നത് വിടുതൽ കൊണ്ടുവരുന്ന ധനിക്കരുത്. പ്രായോഗിക തലത്തിൽ എന്താ അത്? ഒരുവൻ വീട്ടിൽ വന്നത് നിമിത്തം മറ്റൊരുവന്റെ വീടിന്റെ വാതിൽ മുക്കിയത് തന്റെ വിഷപ്പെടാനല്ല, തന്റെ കയറിയുടെ വിഷപ്പെടാൻ. ഒരു പരിചയമില്ലാതെ വന്ന വീട്ടിൽ കയറി, അല്ലെങ്കിൽ സ്നേഹിതനാണെങ്കിൽ അങ്ങനെ വീട്ടിൽ വന്ന് കയറിയവന്റെ വിഷപ്പെടാക്കാവും. മറ്റൊരുവന്റെ വീട്ടിൽ വന്ന് കൈനെറ്റാൻ മടിയില്ലാത്ത നിനക്ക് വേണ്ടി നിന്റെ ആവശ്യത്തിൽ ഞാൻ വാതിൽ തുറന്നു.
നീ പേടിക്കണ്ട. അതിന് മുമ്പിൽ അളന്നുകൊണ്ട് കർത്താവിന്റെ ചില ചുവപ്പ് മണികൾ അർദ്ധരാത്രി തുറന്നു വരുന്ന ചില ആത്മീയ ഊതിപ്പോടെ പ്രകാശിക്കുക യേശുവിന്റെ നാമത്തിൽ. ആമേൻ. അടഞ്ഞുപോയ ചില വാതിലുകൾ ആമേൻ ഇനി ഒരിക്കലും തുറക്കില്ലെന്ന് നേരത്തേണ്ട എന്നവരെ ആത്മാവിൽ ഊന്നു പറയുന്നു. അവൻ മറ്റൊരുത്തിന്റെ വിഷമം മാറ്റാൻ നീ കരഞ്ഞത്, നീ ഉപവസിച്ചത്, നീ വിട്ടുമുടക്കിയത്, നീ ലജ്ജിച്ചത്, നിന്റെ മുമ്പിൽ നീ തല കാണുന്നത്, നിന്റെ കുടുംബത്തിന്റെ ആവശ്യങ്ങൾ മാറ്റിവെച്ച, കുഞ്ഞുങ്ങളുടെ ആവശ്യങ്ങൾ മാറ്റിവെച്ച് നീ ചിലവഴിച്ചതിന് ഞാൻ മാറേണ്ടി വരുന്നുണ്ട്. എന്നോട് പ്രവർത്തിച്ച ദൈവദാസൻ പാസ്റ്റർ സി.ടി. ഡാനിയേൽ റാന്നിക്കാരനാണ്, വെച്ചൂച്ചറക്കാരനാണ്, ചമ്പരവലി എന്ന് പറയുന്ന സ്ഥലം. കൺവെൻഷൻ നടത്തുന്നതിന് കടം വന്നപ്പം കറവുറ്റായി നിൽക്കുന്ന, പ്രസവിക്കാറായി ചന നിറഞ്ഞു നിൽക്കുന്ന ഒരു പശുവിനെ ആ മനുഷ്യൻ വിറ്റതിന്റെ പേരിൽ വലിയ ആക്ഷേപം ആ മനുഷ്യൻ കിട്ടും. നാട്ടുകാരൊക്കെ ചോദിച്ചത്, പെന്തിക്കോസുകാരെ ചോദിച്ചോട്ടോ, ഓടി ഹിന്ദുക്കളൊക്കെ അവരെ സഹകരിച്ചു. പെന്തിക്കോസുകാർ ചോദിച്ചു, അവന് വേറെ പണിയൊന്നുമില്ല, നാം പശുവിനെ വിറ്റേച്ചാൽ കൺവെൻഷൻ നടത്തിയത്. ആ മനുഷ്യൻ നെഞ്ചുപൊള്ളി കരഞ്ഞെന്ന് പറഞ്ഞ സാക്ഷിയാണ്. സഭ എന്റെ വീട്ടുകാർ വരെ ഒറ്റപ്പെടുത്തി, സ്വന്തക്കാരെ സഭയിലെ വിശ്വാസികളെ ഒറ്റപ്പെടുത്തി. കടം തീർക്കാനായിട്ട് ഞാൻ എന്റെ പശുവിനെ വിട്ടു. നിങ്ങൾ ആവശ്യം അന്വേഷിക്കുക. ഇന്ന് ചെത്തോങ്കരയിൽ ആ മനുഷ്യൻ ഒരു ഇരുനില കെട്ടിടം വെച്ച് താമസിക്കുന്നുണ്ട്. ചെറ്റക്കുടിയിൽ താമസിച്ച ഒരു മനുഷ്യൻ, ചെറിയൊരു വീട്ടിൽ താമസിച്ച മനുഷ്യൻ തന്റെ തലമുറകളെ എല്ലാം ദൈവം മാനിച്ചു. ഏറ്റവും വളരെ മകൻ പ്രിൻസ് ഇന്ന് UK കുടുംബമായിട്ട് താമസിക്കുക. ചമ്പനമലയിൽ സ്വന്തമായിട്ട് ഒരു പാസ്പോർട്ട് പോലും ഇല്ലാത്തവൻ ആണ്ടിൽ 2 പ്രാവശ്യം UK പോയി തിരിച്ചു വരുന്ന വീട്ടിലേക്ക് ഞാൻ പറ കൊണ്ട് ചെറുദേശി അന്ന് പ്രാർത്ഥിച്ച് ഞങ്ങളെ ഓർമ്മേ തമ്പുരാന് വേണ്ടി ചെലവഴിച്ചവനെ മാനിച്ച ചരിത്രമുണ്ട് കേട്ടോ. ഇറുക്കി പിടിച്ച നിന്നെയൊക്കെ തമ്പുരാൻ മാനിക്കോ എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ ഒരു നൂറയം ഒന്നും പിന്നെ നോക്കാതെ വാരി എറിഞ്ഞവന്റെ മുമ്പിൽ സ്വന്തം വാതിൽ തുറന്നിട്ടുണ്ട്. ദൈവത്തിന് വേണ്ടി നിന്നവന്റെ മുമ്പിൽ ദൈവം വഴി തുറന്നിട്ടുണ്ട്. മറ്റൊരുത്തരെ വിഷമമാക്കാൻ, മറ്റൊരുത്തരെ ആവശ്യത്തിന് വേണ്ടി, കണ്ടൻസിന് വേണ്ടി, പരസ്യത്തിന് വേണ്ടി ഒന്നും നോക്കാതെ ഒന്നാമത്തെ ധാർമ്മിക സന്ദേശം ക്രിസ്തു പറയുന്നത് മറ്റൊരുത്തന്റെ വിശപ്പ് മാറ്റാനാണ്. ഇനി ശ്രദ്ധിച്ച് ഒരു മിനിറ്റ്. ഈ മനുഷ്യൻ വീടിന്റെ വാതിലിൽ മുട്ടി. മൂന്നാമത്തെ സ്നേഹിതൻ എനിക്ക് 3 അപ്പം കാണുന്നത് തിരിച്ചു തരാമെന്ന് 3 അപ്പം നാളെ തിരിച്ചു തരാം. എന്റെ ഒരു സ്നേഹിതൻ വഴി യാത്രയിൽ എന്റെ അടുത്തുണ്ട്, കൊടുക്കാനൊന്നുമില്ല. അവൻ പറഞ്ഞു, എന്നെ ബുദ്ധിമുട്ടിക്കരുത്, വാതിലടച്ചു പോയി, കുഞ്ഞുങ്ങൾ കിടന്നു തരാൻ നിർവാഹമില്ല. യേശു പറയുക, അങ്ങനെ പറഞ്ഞാലും എനിക്ക് എന്റെ 10 വഴി ആ രാത്രി തുറക്കാതിരിക്കാൻ പറ്റില്ല. എന്താ കാര്യം? മൂന്നാമത്തെ സ്നേഹിതനെ പോലെ പകലന്തിയോളം അധ്വാനങ്ങളെല്ലാം കഴിഞ്ഞ് വീടിന്റെ വാതിലടച്ച് കിടക്കയൊരുക്കി നെരുപ്പോട് കത്തിച്ച് ഭാര്യയോടും കുഞ്ഞുങ്ങളോടും ഒക്കെ അകത്ത് മൃഗങ്ങളെയൊക്കെ കയറ്റി സുഖമായി മൂന്നാമത്തെ കിടന്നുറങ്ങുള്ള രണ്ടാമത്തെ വീടിന്റെ വാതിലിൽ മുട്ടിയത്. അതാണ് അവനെ അലോസരപ്പെടുത്തിയത്. പക്ഷേ ഈ മൂന്നാമത്തെ സ്നേഹിതനെ പോലെ ഏതാണ്ട് ചില നിമിഷങ്ങൾക്ക് മുമ്പ് പകലന്തിയോളം അധ്വാനം കഴിഞ്ഞ് തിരികെ എത്തി ക്ഷേമ പ്രാർത്ഥന ചൊല്ലി ഭാര്യയോടും മക്കളോടും ഒപ്പമുള്ള ആഹാരമൊക്കെ കഴിച്ച് സകല പ്രതികാരങ്ങളെയും അകത്ത് കയറ്റി കിടക്കയൊരുക്കി ഭാര്യയോടും മക്കളോടും ഒപ്പം കിടന്ന് ഉറക്കത്തിന്റെ ഏറ്റവും ഡീപ് സ്ലീപ്പിലേക്ക് പോയപ്പോഴാണ് രണ്ടാമത്തവന്റെ വീടിന്റെ വാതിലിൽ ഒരു മുട്ട് കിട്ടുന്നത്. ന്യായങ്ങൾ പറഞ്ഞ് ഒഴിയാമായി ഒരു ന്യായം കൂടെ ആഹാരമില്ല. എന്തെങ്കിലും ഒരു സത്രത്തിൽ അദ്ദേഹം തേടാൻ, അല്ലെങ്കിൽ അറിയാവുന്ന മറ്റൊരു വീട്ടിൽ പോകാൻ വേണമെങ്കിൽ കഴിയുകയാണ്. പക്ഷെ വിളമ്പിൽ കൊടുക്കാനൊന്നും ഇല്ലാഞ്ഞിട്ടും ഇല്ലായ്മയും പട്ടിണിയുമാണ് കൈവെട്ടൻ കൈ മുഴുവൻ ഉണ്ടായിട്ടും തന്റെ സ്നേഹിതന് വേണ്ടി ആട് ഇറങ്ങിപ്പോകുന്നത് വകവെക്കാതെ, പ്രതികാരങ്ങൾ ഇറങ്ങിപ്പോകുന്നത് വകവെക്കാതെ, ആ അർദ്ധരാത്രിയിൽ വീടിന്റെ വാതിൽ തുറന്ന് കുഞ്ഞുങ്ങൾ എഴുന്നേൽക്കുന്നത് വകവെക്കാതെ, ഭാര്യയുടെ ബുദ്ധിമുട്ട് വകവെക്കാതെ ആ രാത്രിയിൽ ആദിത്യ പരിഹാരയോടെ സ്വീകരിച്ചിരുത്തി അവന്റെ വിശപ്പ് മാറ്റാൻ മറ്റൊരത്തെ കോടിയവൻ ദൈവത്തിന് എങ്ങനെ മാനിക്കാതിരിക്കാൻ പറ്റും?
ഒരു തീരുമാനമെടുക്കുക. കർത്താവേ, പ്രാർത്ഥിക്കേണ്ടത് പോലെ പ്രാർത്ഥിക്കുക. മർമ്മം തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിക്കുക. ദൈവമേ, യാഥാർത്ഥ്യബോധത്തോടെ പ്രാർത്ഥിക്കുക. അവയെ പോലെ പ്രവർത്തിക്കുക. അവനവരെ കണ്ടിട്ട് മനസ്സറിയുന്നവരായി നീങ്ങിയതുമായി ആർദ്രതയുള്ളവരായി പ്രസ്ഥാനത്തോടും നിൽക്കുന്ന സഭയോടും കൂട്ടുവിശ്വാസികളോടും എന്റെ കൂടെ പ്രവർത്തിക്കുന്നവരോടും ജനത്തോടുമൊക്കെ ഒരു പൊതുബോധത്തിന് ഘടനയുണ്ടാകുന്ന പ്രാർത്ഥനയോട് ജീവിതം കേവലം പ്രകടനമല്ല, പ്രായോഗിക തലത്തിൽ ഇറങ്ങാൻ ഏത് അർദ്ധരാത്രിയിലും ഇറങ്ങാൻ കഴിയുന്ന ഒരു ഗൗരവബോധമുള്ള ശുശ്രൂഷകനാക്കി എന്നെ തീർക്കണമേ. ഇന്ന് പകൽ പ്രാർത്ഥിക്കുന്നവർ ആ കരം ഉയർത്തിപ്പിടിക്കും. അഭിഷേകങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങളുടെ ശുശ്രൂഷയുടെ അടുത്ത തലത്തിലേക്ക് പരിശുദ്ധാത്മാവ് നിങ്ങളെ പിടിച്ചു കയറ്റുന്ന ഒരു പകരായി മാറട്ടെ. ഈ ടീമിന്റെ പ്രവർത്തനത്തിന്റെ സാധ്യതകൾ മാറട്ടെ. പുതിയ വഴികൾ തുറന്നു വരട്ടെ. വിദേശവാദികൾ യേശുവിന്റെ നാമത്തിൽ തുറന്നു വരട്ടെ. ടീമിന്റെ പ്രവർത്തനങ്ങളിൽ പുതിയ പുതിയ സംരംഭങ്ങൾ തുടങ്ങട്ടെ. യേശുവിന്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ. ആത്മാവിൽ ഞാൻ പ്രവചിച്ചു പറയുന്നു. പിടിച്ചാൽ കെട്ടാത്ത ഒരു മനോഹര ദുരകത്തെ പോലെ തമ്പുരാൻ ഈ ടീമിനെ ഓടിക്കുന്ന ആത്മാവിൽ പ്രവചിക്കുന്നു. ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ പരിശുദ്ധമേ, ഈ ടീമിലെ അഭിഷേകന്മാരെല്ലാവരെയും പറ്റി പ്രാർത്ഥിക്കുന്നു. ആരും ചെറിയവരല്ല, ആരും വലിയവരല്ല. ഏതോ സഹോദരങ്ങളെ പോലെ ദൈവത്തിന് വേണ്ടി അഭിഷേകത്തോടെ നിൽക്കാൻ കഴിയുന്ന ഒരു ആത്മാവ് ഈ ടീമിനെ പകരേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. വേർതിരിച്ചെടുക്കുന്ന അഭിഷേകത്തെ അനുഗ്രഹിക്കുന്നു. ഈ രൂപത്തിൽ വിനയപ്പെടുന്നു. കർത്താവ്, പ്രാർത്ഥിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. വിനയത്തോടെ ഒരു ജീവിതം നയിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. കർത്താവ്, അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ വിലയേറിയ നാമത്തിൽ ചോദിക്കുന്നു. കേൾക്കണം സ്വർഗീയ പിതാവേ.